بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇൽ മറ്റു പല സൂറകളിലും ആ ആയത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം സത്യവിശ്വാസികളെ. അപ്പൊ തഖ്വ എന്നുള്ളത് മുഅ്മിനിനുള്ളതാണ്, ആർക്കുള്ളതല്ല? മുശ്രിക്കിനുള്ളതല്ല. അപ്പൊ മുശ്രിക്കിന്റെ തഖ്വ ഖബൂലല്ല, അത് വെറുതെയാണ്. അയാൾ ദുനിയാവിലുള്ള സുഖ സൗകര്യങ്ങൾ ഒഴിവാക്കുന്നത് വൃഥ, ഒരാവശ്യമില്ലാണ്, മദർ തെരേസയെ പോലെ. എന്നാൽ തഖ്വ പരിഗണിക്കപ്പെടുക മുഅ്മിനിൽ നിന്നാണ്. എന്നിട്ടോ വലാ തമൂതുന്ന, തീർച്ചയായും നിങ്ങൾ മരിക്കരുത്. ഇല്ല വഅൻതും മുസ്ലിമൂൻ, വാവ് ഹാലിയ, നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ. മുസ്ലിമായി കൊണ്ട് ജീവിച്ച് മുസ്ലിമായി കൊണ്ട് മരിക്കാനുള്ള വഴിക്ക് പറയുന്ന പേരാണ് അസുന്ന വൽ ജമാഅ. അതല്ലാണ്ട് ഒരു കാര്യം നമുക്ക് സാധിക്കൂല. അഹ്ലുസുന്ന വൽ ജമാഅയുടെ മെമ്പർഷിപ്പോട് കൂടി ജീവിച്ചവർക്ക് മാത്രമേ അള്ളാഹു നിർദ്ദേശിച്ച ഈ നിർദ്ദേശം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുള്ളൂ. അഹ്ലുസുന്ന വൽ ജമാഅയിൽ മെമ്പർഷിപ്പ് നിലനിൽക്കണമെങ്കിലുള്ള നിബന്ധന ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ് വഅസ്ഹാബു റസൂലില്ലാഹ്, ഈ മൂന്നെണ്ണത്തിനെ ആധാരമാക്കിക്കൊണ്ട് വേണം അതിൽ നിൽക്കാൻ. അതിൽ നിന്ന് വ്യതിചലിച്ചു പോയവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ 73ഓളം വിഭാഗങ്ങൾ. അതിലൊറ്റൊന്നു മാത്രം, അഥവാ ഈ പറഞ്ഞ മൂന്നെണ്ണത്തിനെ ആധാരമാക്കി മുസ്ലിമായി നിലനിന്ന് മുസ്ലിമായി മരിക്കുന്ന ആ ടീം, അവര് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ, സ്വർഗത്തിന്റെ അഹലുകാരായി മാറുകയുള്ളൂ. അതിൽ നിന്ന് വ്യതിചലിച്ചവർക്കുണ്ടായ വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ അവരും അഹ്ലുസുന്നയിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഒന്നുകിൽ അവർ അമിതമായ രീതിയിൽ ദീനിന്റെ നിയമങ്ങളെ പാലിച്ചവർ, ഒലുവോടുകൂടി പരിധിക്കും അപ്പുറത്ത്, അല്ലെങ്കിൽ തീർത്തും ഇല്ലാതായവർ. എന്നാൽ അഹ്ലുസ് സുന്ന വൽ ജമാഅ ഇവ രണ്ടിന്റെയും ഇടയിൽ മധ്യമ നിലപാട് എല്ലാ വിഷയത്തിലും സ്വീകരിച്ചവരാണ്. അത് ഏതൊക്കെയാണ്? അതിലൊന്നും നമ്മൾ പറഞ്ഞു, ഇബാദത്തിന്റെ കാര്യത്തിൽ അഹ്ലുസ് സുന്ന വൽ ജമാഅയിൽ നിന്നും വിഘടിച്ചു പോയ മറ്റു ആളുകൾ, ഒന്നുകിൽ അവർ അല്ലാഹു അല്ലാത്ത മറ്റ് ഇലാഹുകളെ സ്ഥാപിച്ച് ആ ഇലാഹുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നവരായി മാറി. മജൂസികൾ ചെയ്ത പോലെ ഒരു അല്ലാഹു അല്ലാത്ത മറ്റൊരു ഇലാഹിനെ സ്ഥാപിച്ചു, എന്നിട്ട് ആ ഇലാഹിന് വേണ്ടി ഇബാദത്ത് ചെയ്തു. മറ്റൊരു വിഭാഗം, അപ്പൊ അവര് ഉലൂവായി, തീർത്തും പുറത്തായി. വേറൊരു വിഭാഗം തസവ്വുഫിന്റെ വഴിക്ക് സഞ്ചരിച്ചവർ, സൂഫികൾ. അവര് ഇബാദത്ത് ചെയ്തത് അള്ളാഹ്ക്ക് വേണ്ടി തന്നെ, പക്ഷെ ആ ചെയ്തത് പരിധി ലംഘിച്ചുകൊണ്ടായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യൊപ്പില്ലാത്ത തരത്തിൽ പുതുതായി പലതും ചേർത്തുകൊണ്ട് ചെയ്തവരായി മാറി. ഇബാദത്തിന്റെ വിഷയത്തിൽ ഇവ രണ്ടിനുമിടയിൽ അഹ്ലുസുന്ന വൽ ജമാഅ നിന്നു. അവരെന്ത് ചെയ്തു? ശരീഅത്ത് നിർബന്ധമാക്കിയത് എന്താണോ അത് കൃത്യമായി അത്രമാത്രം പാലിച്ചു ചെയ്തു. എന്നാൽ ശരീഅത്ത് നിയമമാക്കാത്തതൊന്നും തന്നിഷ്ടപ്രകാരം ശരീഅത്തിന്റെ ഭാഗമായി അവർ പുതുതായിട്ടുണ്ടാക്കിയതും ഇല്ല. അങ്ങനെ മധ്യമ നിലപാട് സ്വീകരിച്ചവരാണ് ഇബാദത്തിന്റെ വിഷയത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅ. ഇതിനെല്ലാം തെളിവുണ്ട്. കാരണം ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫ. അത് തെറ്റിച്ചു, ഇലാഹുകളെ പലതാക്കി സ്ഥാപിച്ച് അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തവർ. നമ്മുടെ നാട്ടിലുള്ള ഷിയാക്കൾ അല്ലെങ്കിൽ സമസ്തക്കാർ ആ വിഭാഗത്തിൽപ്പെട്ടു. അവരെന്ത് ചെയ്തു? അള്ളാഹു അല്ലാത്ത ഒരാളെ അള്ളാന്റെ സ്ഥാനത്ത് കണ്ട് അള്ളാഹ്ക്ക് ചെയ്യേണ്ടുന്ന ഇബാദത്ത് ആ ആൾക്ക് ചെയ്തു.
അതേപോലെ വ്യത്യസ്ത കാരണങ്ങളും പറഞ്ഞു. മക്കത്തെ ഖുറൈശികൾ പറഞ്ഞ പോലെ ഒരു കാരണം പറഞ്ഞത് മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, നമ്മൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് അവരെയും അള്ളാഹുമായി നമ്മൾ അടുപ്പിക്കാനുള്ള മധ്യവർത്തികളായി കൊണ്ട് മാത്രമാണ് ഒന്ന്. മറ്റൊരു കാരണം അവർ പറഞ്ഞു ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവർ അള്ളാഹിനടുക്ക് നമുക്കുള്ള ശുപാർശകരാണ്, അവിടെ നമ്മൾ ഇവരോട് വിഷയം പറയും, ഇവർ അള്ളാഹിനോട് പറഞ്ഞിട്ട് നമുക്ക് നേടിത്തരും. ഇതെല്ലാം ആ കൂട്ടത്തിൽപ്പെട്ടു. അപ്പൊ ആ ആയത്തിനെതിരായി. മറ്റൊരു നമ്മുടെ തെളിവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, അവിടെ നമ്മൾ അതും ചെയ്യൂല, മധ്യമ നിലപാട് സ്വീകരിച്ചവർ. രണ്ടാമത്തെ കാര്യം അൽ അസ്ലു സാനി ബാബു അസ്മാഇല്ലാഹി വസിഫാതിഹി, അള്ളാഹുവിന്റെ അസ്മാഉ വസിഫാത്തിലാണ് അഹ്ലുസുന്നയിൽ നിന്നും വ്യതിചലിച്ച ആ ടീമുകൾക്ക് പറ്റിയ മറ്റൊരു വലിയ അബദ്ധം. അവരെന്ത് ചെയ്തു? തവസ്സത അഹ്ലുസുന്ന വൽ ജമാഅ ഫി ഹാദൽ ബാബ്, ഈ വിഷയത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅ മധ്യമ നിലപാട് സ്വീകരിച്ചു. ബൈനൽ മുഅത്തിലതി വബൈനൽ മുമസ്സില, രണ്ട് വിഭാഗത്തിന്റെ ഇടയിൽ. ഒന്ന് മുഅത്തില, അതായത് അള്ളാന്റെ അസ്മാഉ വസിഫാത്തുകളെ പൂർണ്ണമായും തഅ്തീൽ ചെയ്തവർ. തഅ്തീൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥത്തിൽ നിഷേധിച്ച് തള്ളിക്കളഞ്ഞവർ. അള്ളാഹ്ക്ക് അങ്ങനത്തെ ഒരു ഇസ്മില്ല, അള്ളാഹുവിന് അങ്ങനത്തെ ഒരു സിഫത്തില്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായും തള്ളി. അവര് പൂർണ്ണമായി തള്ളിക്കളയാൻ ഉപയോഗിച്ച തെളിവ് എന്താണെന്നറിയോ? നമ്മൾ അള്ളാഹുവിന് കാഴ്ചയുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഒരു സിഫത്താണല്ലോ ബസർ. അല്ല, അള്ളാഹു കാണുന്നവനാണ്, ബസീറാണെന്ന ഇസ്മ അള്ളാഹുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന് സമഉണ്ട്, കേൾവിയുണ്ട്, അവൻ സമീഅാണ്, കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഖാലിഖിനെ മഖ്ലൂഖിനോട് തുലനം ചെയ്യലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മഖ്ലൂഖിനെ ഖാലിഖിനോട് ചേർത്തു. ആ ചേർക്കൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ശിർക്ക് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഇസ്ലാം ഒന്ന് പുറത്തായി. ശരിക്കും അവരുടെ ന്യായീകരണം ബാഹ്യമായി കേൾക്കുന്ന ഒരാൾ പറയും ശരി തന്നെയല്ലേ, ഖാലിഖും മഖ്ലൂഖും ഒരുപോലെ ആയിക്കൂടല്ലോ എന്ന് പറഞ്ഞ് അവരും തള്ളും. അതാണ് തഅ്തീൽ. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ ബാഹ്യേന നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂല, മനസ്സിലാക്കാൻ സാധിക്കൂല, സലഫിന്റെ ഫഹ്മ് കൊണ്ടല്ലാതെ. അവരെങ്ങനെയാണോ ആയത്ത് മനസ്സിലാക്കി വ്യാഖ്യാനിച്ചു വിശ്വസിച്ചത് അതുപോലെ ചെയ്യൽ കൊണ്ടല്ലാതെ നമ്മൾ നേർവഴിക്ക് നിൽക്കൂല. ഇവർക്കതാ സംഭവിച്ചത്. മുഅത്തിലുകൾ അവർ പൂർണ്ണമായും നിഷേധിച്ചു. എന്നാലോ രണ്ടാമത്തെ വിഭാഗം വബൈനൽ മുമസ്സില, അവര് തംസീൽ ചെയ്തു. അള്ളാഹുവിന്റെ ഇസ്മുകളെയും സിഫാത്തുകളെയും മറ്റൊന്നിനോട് ഉപമിച്ചു. അപ്പൊ അള്ളാഹ്ക്ക് കൈയുണ്ടെന്ന് പറഞ്ഞു അള്ളാഹു. അവരെന്ത് ചെയ്തു? കൈയെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ ഈ എത് എന്നല്ല അതിന്റെ അർത്ഥം. അതായത് അള്ളാഹിന്റെ റഹ്മത്താണ്, അള്ളാഹു കൊടുക്കുന്നതാണ്, അവന്റെ ഖുദ്റത്താണ് എന്നൊക്കെ അതിനെ വ്യാഖ്യാനിച്ചു. ഒരു വിഭാഗം പൂർണ്ണമായിട്ടും ഉലുവായി തീർത്തും നിഷേധിച്ചു. മറ്റൊരു വിഭാഗം അതിനെ വിശ്വസിച്ചു എന്നാൽ വ്യാഖ്യാനിച്ചു. ഇത് രണ്ടിന്റെയും ഇടയിലാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ഫമിനൽ മുഅത്തില, ഈ മുഅത്തില എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് മൻ യുൻകിറുൽ അസ്മാഅ വസ്സിഫാത്ത്, അല്ലാഹുവിന്റെ ഇസ്മുകളെയും സിഫത്തുകളെയും നിഷേധിക്കുന്നവർ, തള്ളിക്കളയുന്നവർ. കൽ ജഹ്മിയ്യ, ജഹ്മിയാക്കളെ പോലെ. ജഹം ഇബ്നു സഫ്വാൻ എന്ന് പറയുന്നവന്റെ പിറകിൽ കൂടിയവർക്കാണ് ജഹ്മിയാക്കൾ എന്ന് പറയുന്നത്. അതേപോലെ വമിൻഹും മൻ യുൻകിറു സിഫാത്ത്, അവരിൽപ്പെട്ടവരാണ് അള്ളാഹിന്റെ ചില സിഫത്തുകളെ നിഷേധിക്കുന്നവർ. ആരെ പോലെ? മുഅ്തസിലിയാക്കളെ പോലെ. വിശദീകരണമുണ്ട്. വമിൻഹും മൻ യുൻകിറു അക്സറ സിഫാത്ത്, ചില ആളുകൾ അള്ളാഹിന്റെ എല്ലാ സിഫത്തുകളെയും നിഷേധിക്കുന്നില്ല, എന്നാൽ ബഹുഭൂരിപക്ഷം സിഫത്തുകളും നിഷേധിച്ച് അത് അള്ളാഹ്ക്ക് ചേരൂല എന്ന് പറഞ്ഞ് തള്ളി മാറ്റി വെക്കും. വയുഅവ്വിലുഹാ കൽ അശാഇറ, എന്നിട്ടോ അശ്അരിയാക്കൾ ചെയ്ത പോലെ ആ അംഗീകരിച്ച സിഫത്തുകളെ തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് അംഗീകരിക്കും. പല രൂപങ്ങൾ പറഞ്ഞു. ഒന്ന് മുഅത്തില എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അള്ളാഹ്ക്ക് ഒരു ഇസ്മുല്ല, അള്ളാഹ്ക്ക് ഒരു സിഫത്തും ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ ഖാലിഖിനെ മഖ്ലൂഖിനെ പോലെ ആക്കലാവും, ശിർക്കാവും. അവരും തെറ്റി. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നിലപാട് അങ്ങനെയല്ല. രണ്ടാമത്തെ വിഭാഗം മുമസ്സില, അള്ളാഹുവിന്റെ സിഫത്തുകളെ ഇസ്മുകളെ അംഗീകരിക്കുന്നു, എന്നാൽ അതിനെ വ്യാഖ്യാനിച്ച് ഒന്നിനോട് ഉപമപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞിട്ട്.
വേറെ വിഭാഗം എല്ലാ സിഫത്തുകളെയും നിഷേധിക്കുന്നില്ല, എന്നാൽ ഭൂരിപക്ഷം സിഫത്തുകളെയും നിഷേധിച്ച് തള്ളിക്കളയുന്നവർ. ആരെ പോലെ? അശ്അരികളെ പോലെ, അശ്ശാഇറകൾ. മറ്റൊരു വിഭാഗം ചില സിഫത്തുകൾ അവർ അംഗീകരിക്കുന്നുണ്ട്, എന്നാലോ അഹ്ലുസുന്ന വൽ ജമാഅ പറഞ്ഞ പ്രകാരമല്ല അംഗീകാരം, മറിച്ച് അവർ അവരുടെ ബുദ്ധിക്കനുസരിച്ച് തഅ്വീൽ ചെയ്തിട്ട് വ്യാഖ്യാനിച്ച്, അങ്ങനെ ഉണ്ടല്ലോ, എങ്ങനെ തനിക്കാക്കി എന്നാ പറയാ, വടക്കാക്കി തനിക്കാക്കുക, അങ്ങനെ വടക്കാക്കി തനിക്കാക്കിയിട്ട് അംഗീകരിച്ചവർ. അങ്ങനെയാണ് അഹ്ലുസുന്നയിൽ നിന്നും വേർപിരിഞ്ഞവർ ഈ അസ്മാഉ വസിഫാത്തിന്റെ വിഷയത്തിൽ വിഘടിച്ചു നിൽക്കുന്നത്. നാലാമത്തെ വിഭാഗം മുഅത്തില, അതുപോലെ തന്നെ മുമസ്സില. ഇതാണ് മെയിൻ രണ്ടെണ്ണം. മുഅത്തില എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നിഷേധിച്ചു, മുമസ്സില പൂർണ്ണമായും അംഗീകരിച്ചു, എന്നാൽ അതിനെ മറ്റൊന്നിനോട് ഉപമിച്ചു. അതിൽപ്പെട്ട മറ്റൊരു മൂന്നാമത്തെ വിഭാഗം പൂർണ്ണമായും നിഷേധിക്കുന്നില്ല, മഹാഭൂരിപക്ഷം സിഫത്തുകളും എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു, പക്ഷെ ബാക്കി നിഷേധിക്കുന്നു. നാലാമത്തെ വിഭാഗം ഒരൽപ്പം സിഫത്തുകൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ അവരുടേതായ വ്യാഖ്യാനത്തോട് കൂടി. ഇഅ്തിമാദൻ, എന്തുകൊണ്ട് അവർ അവരുടെ വ്യാഖ്യാന പ്രകാരം അംഗീകരിക്കുന്നത്? ഇഅ്തിമാദൻ മിൻഹും അലൽ ഉഖൂലിൽ ബശരിയ്യത്തിൽ ഖാസിറ, വളരെ ചുരുങ്ങിയ ന്യൂനതകളുള്ള മനുഷ്യന്റെ ബുദ്ധിയെ ആശ്രയിച്ചുകൊണ്ട്, അഥവാ അള്ളാഹുവിന്റെ ഇസ്മുകളായി സിഫത്തുകളായി പറയപ്പെട്ട കാര്യങ്ങളെ ബുദ്ധിയുമായി തട്ടിച്ച് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ബുദ്ധി അത് അംഗീകരിക്കുന്നുവെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ച് ഒക്കെ പറയും. അള്ളാന്റെ കിതാബിനേക്കാളും അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനേക്കാളും ആ ബുദ്ധിയെ മുൻകടത്തിക്കൊണ്ട് അവർ ചില കാര്യങ്ങൾ അംഗീകരിക്കുന്നു. ഇതാണ് വിഘടിച്ചു നിൽക്കുന്നവരുടെ ഈ വിഷയത്തിലുള്ള നിലപാട്. അതുകൊണ്ട് എന്തായി? അവർ ശറഇന്റെ നസ്സുകളെ, ഏതൊക്കെയാ നസ്സുകൾ? ഖുർആനും സുന്നത്തും. ഖുർആനും സുന്നത്തും വളരെ വ്യക്തമായി പറഞ്ഞു തന്ന അള്ളാന്റെ അസ്മാകളെ, അതേപോലെ സിഫാത്തുകളെ അവർ അവരുടെ ബുദ്ധിക്ക് മുന്നിൽ എന്ത് ചെയ്യുന്നു? താരതമ്യം ചെയ്യുന്നു. നസ്സുകൾ ഒരു ഭാഗത്ത്, മനുഷ്യന്റെ ബുദ്ധി ഒരു ഭാഗത്ത്. എന്നിട്ട് ആ നസ്സുകളെക്കാൾ നല്ലതായി അവർ അവരുടെ ബുദ്ധിയെ കണ്ട്, ബുദ്ധി എന്ത് പറയുന്നു അതവർ അംഗീകരിക്കുന്നു, നസ്സിനെ അവർ തള്ളിക്കളയുന്നു. അതുകൊണ്ട് തന്നെ ബുദ്ധി സ്വീകരിച്ചെങ്കിൽ അതിനെ അവർ സ്വീകരിക്കും. ബുദ്ധി അഥവാ അതിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒന്നുകിൽ തള്ളിക്കളയും, അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കും. ഇത് രണ്ടും നമുക്ക് പറ്റൂല. ബുദ്ധി കൊണ്ട് ബുദ്ധിയുടെ മുന്നിൽ നിർത്തുന്നു ഇസ്മുകളെ, സിഫത്തുകളെ ഒക്കെ. എന്നിട്ട് ബുദ്ധി കൊണ്ട് ചിന്തിച്ചു, തിരിയുന്നില്ല, അങ്ങ് തള്ളിക്കളഞ്ഞു, എന്നാ പിന്നെ അങ്ങനെയൊന്നും ഇല്ല. മറ്റു ചിലർ ചിന്തിച്ചു ബുദ്ധി കൊണ്ട്, അപ്പൊ അവർക്ക് ബുദ്ധി എന്ത് ചെയ്യുന്നില്ല? സ്വീകരിക്കുന്നില്ല. അപ്പൊ ഒന്നുകിൽ അവർ തള്ളും, അല്ലെങ്കിൽ അതിനെ അവർ വ്യാഖ്യാനിച്ചിട്ട് സ്വീകരിക്കാവുന്ന പോലെ ആക്കിയിട്ട് സ്വീകരിച്ചവരായിട്ട് നിൽക്കുകയും ചെയ്യും. ഈ തരത്തിൽ അവർ അഹ്ലുസുന്നയിൽ നിന്നും പുറത്തുപോയി. എന്നിട്ടോ ഇവരെന്ത് പറയും? അത് ഇന്നും നിലവിലുള്ളവരാണ്. അള്ളാന്റെ അസ്മാകളെ, സിഫാത്തുകളെ ഇപ്പൊ പേരോട് സഖാഫിയെ പോലെയുള്ളവർ പരസ്യമായി അത് സ്റ്റേജുകൾ മൈക്ക് കെട്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇറക്കത്തെ സംബന്ധിച്ച്, അള്ളാന്റെ കയ്യെ സംബന്ധിച്ച്, അള്ളാന്റെ മുഖത്തെ സംബന്ധിച്ച്, അള്ളാന്റെ കലാമിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ തനിക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ച് ഇതിനെന്ത് ചെയ്യും? അവരെന്ത് പറയും? അവരുടെ ഈ വ്യാഖ്യാനവും അവർ ഈ കാണിക്കുന്ന പ്രവൃത്തിയും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താനാണെന്ന് എണ്ണിക്കളയും. നമ്മൾ വെറുതെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതല്ല, നിങ്ങൾ അള്ളാഹുവിനെ അടിമകളെ പോലെ ആക്കുന്നു അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആൾക്കാർ, സലഫികൾ. നമ്മളോ അതിൽ നിന്ന് അള്ളാഹിനെ രക്ഷപ്പെടുത്തി തൻസീഹ് ചെയ്ത് അള്ളാഹിനെ പരിശുദ്ധനാക്കുന്നു എന്നവർ എന്ത് ചെയ്യും? വ്യാഖ്യാനിച്ച് വാദിച്ച് ഈ പറഞ്ഞ കാര്യത്തെ സമർപ്പിക്കും. അത്രത്തോളം അവർ ചെയ്യും. നുസൂസുകൾ ഒരിക്കലും മഹ്കൂമുൻ അലൈഹി അല്ല എന്ന് പറഞ്ഞാല് അതിന്റെ മേലൊരു വിധി കൽപ്പിക്കപ്പെടേണ്ട വസ്തുവല്ല, അത് വിധികർത്താക്കളാണ്. ശറഇന്റെ നസ്സുകൾ ഹാക്കിമുകളാണ്. മനസ്സിലായില്ല? ശറഇന്റെ നസ്സുകൾ ഖുർആനും ഹദീസും ഒരു വിധി പറയേണ്ടവരാണ്. പിന്നെന്തല്ല? മഹ്കൂമല്ല. അതിനു വേണ്ടി വിധി വേറൊരാൾ പറയേണ്ട കാര്യമില്ല.
പക്ഷെ ഇവരുടെ ഇപ്പോഴത്തെ എന്താക്കി? നസ്സുകളെ മഹ്കൂമുൻ അലൈഹിയാക്കി, ഹാക്കിമാരായി, അവരുടെ ബുദ്ധിയായി. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ നസ്സുകൾ അഥവാ ഖുർആനും സുന്നത്തും ഹാക്കിമുകളാണ്. ഖുർആനും സുന്നത്തുമാണ് നിയമം പറയേണ്ടത്. അവര് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തോളാം? അംഗീകരിച്ചോളാം. അപ്പൊ നമ്മൾ മഹ്കൂമാണ്, വിധിക്കപ്പെട്ടവർ. അവരുടെ രീതിക്കനുസരിച്ച് നസ്സുകൾ എന്തായി? മഹ്കൂമായി. അവരുടെ അഖ്ല് ഹാക്കിമായി. അപ്പൊ തന്നെ തെറ്റി. അപ്പൊ അവരതിനെ ഖുർആന്റെ ശരീഅത്തിന്റെ നസ്സുകളെ മഹ്കൂമൻ അലൈഹിയാക്കി, ലാ ഹാകിമത അലാ ഗൈരിഹാ. അവരുടെ വാദപ്രകാരം നസ്സുകൾക്ക് വേറൊന്നിന്റെ മേൽ ഹുക്മ ചെയ്യാനുള്ള കഴിവേ ഇല്ല. നസ്സുകൾ അവരുടെ വിശ്വാസപ്രകാരം ഹാക്കിമേ അല്ല. ഖുർആൻ പറഞ്ഞതിനെ കൊണ്ട് വിശ്വസിക്കുന്നു, ഇല്ല പറ്റൂല. ഹദീസ് ഇങ്ങനെ വന്നതിനെ കൊണ്ട് അംഗീകരിക്കുന്നു, ഇല്ല അവർക്ക് പറ്റൂല. പക്ഷെ നമുക്ക് പറ്റും. കാരണം നമ്മുടെ വിശ്വാസപ്രകാരം ഖുർആനും ഹദീസും ഹാക്കിമാണ്. ഒരു വിഷയം പറയും, നമ്മൾ അംഗീകരിച്ചോളണം. എന്നാൽ അവരെന്താക്കി? മഹ്കൂമാക്കി. അവര് പറയും, അത് നസ്സ് എന്ത് ചെയ്തോളണം? അംഗീകരിച്ചോളണം. ആ തരത്തിൽ അവർ മാറ്റി. അവരുടെ ഈ പറയപ്പെടുന്ന അറിവിന്റെ ആകെ ഒരു അടിസ്ഥാനമായി അവർ കാണുന്ന എന്തിനു മാത്രം? അവരുടെ അഖലിനെ മാത്രമാണ്. അതുകൊണ്ടാണ് ആ നിഷേധം സംഭവിക്കുന്നത്. ഖുർആനെയും സുന്നത്തിനെയും ആ അഖലിന്റെ താബി ആക്കി അവർ മാറ്റി. അതുകൊണ്ടാണ് മടവൂരികളുടെ, മടവൂരി എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ എന്താ പേര് പറയാ, മർക്കസ് ദഅവയുടെ ആ സമ്മേളനത്തില് മറ്റേ ചങ്ങായി ഒരു ആയത്ത് ഓതിയിട്ട് വ്യാഖ്യാനിച്ചില്ലേ? സൂറത്തുൽ ഫുർഖാന്റെ ഒരു ആയത്ത്, വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖറു അലൈഹാ സുമ്മൻ വഉംയാന. എങ്ങനെയാ വ്യാഖ്യാനിച്ച്? ഒരു ആയത്ത് കേൾക്കുമ്പോ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പാടില്ല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവിടെ അവരെന്ത് ചെയ്തു? നസ്സിനെ മഹ്കൂമാക്കി, അയാളുടെ അഖലിനെ അയാൾ ഹാക്കിമാക്കി. നിങ്ങൾക്ക് സംഭവം മനസ്സിലായോ? ഖുർആൻ ഉദ്ദേശിച്ചൊരു അർത്ഥമുണ്ട്. അതാണ് നമ്മളെ അഭിപ്രായ പ്രകാരം നസ്സായ ഖുർആൻ നമുക്ക് ഹാക്കിമാണ്. ആ വിഷയം പറഞ്ഞത്. ഇവരെന്ത് ചെയ്തു? അവരുടെ അക്കിനനുസരിച്ച് ആയത്തിന്റെ അർത്ഥത്തെ വ്യാഖ്യാനിച്ചിട്ട് ഖുർആൻ അങ്ങോട്ട് അതിന് ശരിക്കുള്ള അർത്ഥം പറഞ്ഞു കൊടുത്തു. അവരുടെ അക്കിനെ ഹാക്കിമാക്കി, ഖുർആനിനെ മഹ്കൂമാക്കി. അതാണ് അബദ്ധം. ബുദ്ധി ഒരിക്കലും അസ്ലായി, അടിസ്ഥാനമായി ഉപയോഗിക്കേണ്ട സംഗതിയല്ല. അവരുടെ വിശ്വാസപ്രകാരം മഅഖൂലാത്തുകളാണ്, ബുദ്ധി കൊണ്ട് ചിന്തിച്ചെടുക്കുന്ന സംഗതികളാണ് അവർ അസ്ലായി അംഗീകരിക്കുന്നത്. അല്ലാതെ എന്തിനെയല്ല? ഖുർആനിനെയോ സുന്നത്തിനെയോ അല്ല. അതുകൊണ്ടാണ് അവർക്ക് അള്ളാന്റെ അസ്മാ വ സിഫാത്തിന്റെ വിഷയത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിദാലിക് ഹകമു ബിവുജൂബി അഷ്യ, അവരുടെ ബുദ്ധിക്കനുസരിച്ച് അള്ളാന്റെ സിഫത്തുകളെയും അസ്മാകളെയും വ്യാഖ്യാനിച്ചപ്പോൾ ചിലത് ഓക്കെ അള്ളാഹ്ക്ക് വാജിബായിട്ട് വേണം എന്നവർ അംഗീകരിച്ചു. അള്ളാഹു ഖദീമാണെന്നൊക്കെയുള്ള സിഫത്ത് പോലെ. എന്താണ് ഖദീം എന്ന് പറഞ്ഞാൽ? പണ്ട് പണ്ടേ ഉള്ളവൻ. അള്ളാന്റെ വുജൂദിയ്യത്ത് പോലെ അള്ളാഹു ഉള്ളവനാണെന്ന്. പിന്നെയോ ബാഖിൻ, അള്ളാഹു എന്നെന്നും അവശേഷിക്കുന്നവനാണ്. ഇതൊക്കെ അവർക്ക് അഖ്ല് പെട്ടെന്ന് ഓക്കെ പറഞ്ഞതിനെ കൊണ്ട് അള്ളാഹ്ക്ക് വാജിബായിട്ട് ഉണ്ടാവേണ്ടതാണ് എന്നവർ അംഗീകരിച്ചു. എന്നാലോ അള്ളാന്റെ ഹക്കിലുള്ള ചില വിഷയങ്ങളെ അവരെന്ത് ചെയ്തു? മാറ്റിവെക്കുകയും ചെയ്തു. കാരണം അവരുടെ അഖ്ല് അത് സമ്മതിക്കുന്നില്ല. എന്താണ് അവർക്കുള്ള തെളിവ് ഇങ്ങനെ ചെയ്യാൻ? അവരുടെ നോട്ടത്തിൽ അവരുടെ ബുദ്ധി ഇതാണ് സമ്മതിക്കുന്നത് എന്ന ഒരൊറ്റ വാദപ്രകാരം. അല്ലാണ്ട് ഖുർആനും സുന്നത്തും അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ മുൻഗാമികൾ അങ്ങനെ മനസ്സിലാക്കി അതിനെ കൊണ്ടല്ല. അവരുടെ അഖിൽ ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് അവർ വിശ്വസിച്ചു. വഹിയ ഖതഉൻ, അത് തെറ്റാണ്, അബദ്ധമാണ്. മുജാനിബുൽ ലിസ്സവാബ്, ശരിക്ക് എതിരായതാണ്. അതുകൊണ്ട് തന്നെ അവർ ഖുർആനിനും സുന്നത്തിനും എതിര് കാണിച്ച പാപികളാണ്. എന്നാൽ അഹ്ലുസ് സുന്ന വൽ ജമാഅ ആ ഗണത്തിൽ പെട്ടവരല്ല. അവർ അഖിലിനെ ഹാക്കിമാക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ അല്ല. അതേപോലെ ഇത് മുഅത്തിലുകൾ, നിഷേധിക്കുന്ന ആളുകളുടെ രീതി. എന്നാൽ വൽ മുമസ്സില, രണ്ടാമത് പറഞ്ഞ മുമസ്സിലുകൾ, അള്ളാഹുവിന്റെ അസ്മാഇകളെ സിഫാത്തുകളെ ഉപമിക്കുന്നവർ. കൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, മുഖം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, വിരൽ എന്ന് ഹദീസിൽ വന്നല്ലോ, വിരൽ അതിങ്ങനെയാണ് എന്ന് മറ്റൊന്നിനോട് ഉപമിച്ച് പറയുന്നവർ
യദ്രിബൂന ലില്ലാഹി അൽ അംസാൽ, അല്ലാഹുവിന് അവർ ഉപമകൾ ഉണ്ടാക്കുന്നു. എന്നിട്ടോ വയദഊന അന്ന സിഫാത്ത് അല്ലാഹി തആല തമാസല സിഫാത്തൽ മഖ്ലൂഖീൻ, അങ്ങനെ ഉപമിച്ചിട്ട് അവരെന്ത് വാദിക്കുന്നു? അന്ന സിഫാത്ത് അല്ലാഹി തആല, അല്ലാഹുവിന്റെ സിഫത്തുകൾ തമാസല, അത് ഒരുപോലെയാകുന്നു, സിഫാത്തൽ മഖ്ലൂഖീൻ, അടിമകളുടെ സിഫത്തുകളോട്. ഏതുപോലെ? കഖൗലി ബഅദിഹിം, അവരിൽ ചില ആളുകൾ പറയുന്ന പോലെ, യദുല്ലാഹി കയദി, യദുല്ലാഹി, അല്ലാഹുവിന്റെ കൈ. അതിനവർ എന്ത് ചെയ്തു? നമുക്ക് മനുഷ്യന്മാർക്കുള്ള യദിനോട് ഉപമിച്ചു. അപ്പൊ അവരെന്ത് ചെയ്യും? അള്ളാഹുവിന്റെ കൈ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹ്ക്ക് എന്തുണ്ട്? കൈയുണ്ട്. എങ്ങനെയെന്ന് ചോദിക്കുകയും ചെയ്യും, എങ്ങനെയെന്നുള്ളതിന് അവരുടെ മറുപടി പറയും. ഒരു കൈ വരക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഇതാണ് അള്ളാഹിന്റെ കൈ എന്നവർ പറയും. മുമാസിലാണ്. കാരണം അള്ളാഹുവിന്റെ സിഫത്തിന് അവർ തംസീൽ ഉണ്ടാക്കുന്നു, ഒരു രൂപം, ഒരു ഉപമ ഉണ്ടാക്കുന്നു. യദുല്ലാഹി കയദി, അല്ലെങ്കിൽ സമഉല്ലാഹി കസംഇ, അള്ളാഹിന്റെ കേൾവി എന്റെ കേൾവി പോലെയാണ് എന്ന് പറയുന്ന പോലെ. തആല അല്ലാഹു അമ്മ യഖൂലുന ഉലുവൻ കബീറ, അവരാ പറയുന്ന കാര്യത്തിൽ അല്ലാഹു പരിശുദ്ധനാണ്, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ തംസീൽ ചെയ്യരുത്. എന്നാലോ ഫഹദല്ലാഹു അഹ്ലസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅ അല്ലാഹു ഹിദായത്തിലാക്കി, നേർവഴി കാണിച്ചു. ലിൽ ഖൗലിൽ വസതി ഫീ ഹാദൽ ബാബ്, ഈ വിഷയത്തിൽ മധ്യമമായ നിലപാട് സ്വീകരിക്കൽ കൊണ്ട്. വല്ലദീ ദല്ല അലൈഹി കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ ഇസ്മുകളായി, അള്ളാന്റെ സിഫത്തുകളായി ഖുർആനും അള്ളാന്റെ റസൂലിന്റെ സുന്നത്തും കാണിച്ചിരിക്കുന്ന ഏതൊന്നുണ്ടോ ഫആമനു, അവർ വിശ്വസിക്കുന്നു. ബിജമീഇ അസ്മാഇല്ലാഹി വസിഫാത്തിഹി, അള്ളാന്റെ മുഴുവൻ ഇസ്മുകളും മുഴുവൻ സിഫത്തുകളും അസ്സാബിതതി ഫി നുസൂസ് ശർഇയ്യ, ശർഇന്റെ നസ്സുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതായ. ഫയസിഫൂന അല്ലാഹ തആല, അതുകൊണ്ട് അല്ലാഹ്ക്ക് അവർ സിഫത്ത് പറയുന്നു. ബിമാ വസഫ ബിഹി നഫ്സഹു, അല്ലാഹ് ഏതൊന്നുകൊണ്ട് അവന്റെ നഫ്സിന് സിഫത്ത് പറഞ്ഞോ ആ സിഫത്ത് കൊണ്ട്. വേറെ നിഷേധിക്കുന്നുമില്ല, അതിനെ മറ്റൊന്നിനോട് ഉപമിക്കുന്നുമില്ല, ഒന്നും പറയുന്നില്ല. അള്ളാഹ്ക്ക് കയ്യുണ്ടെന്ന് അള്ളാഹു പറഞ്ഞു, അപ്പൊ നമ്മളും പറഞ്ഞു അതെ അള്ളാഹുവിന് കയ്യുണ്ട്. എങ്ങനെ? വസ്സുആലു അൻഹു ബിദ്അ, ചോദിക്കൽ തന്നെ ബിദ്അത്ത. എന്നാൽ ഇവരോട് ചോദിച്ചാലോ, മുമസ്സിലുകളോട്, നിന്റെ കൈ പോലെ തന്നെ, കാരണം നിന്നെ സൃഷ്ടിച്ചോ ഓനാണ്, അപ്പൊ ഓനനുസരിച്ചായിരിക്കും നിന്റെ കൈ സൃഷ്ടിച്ചിട്ടുണ്ടാവുക, അപ്പൊ നിങ്ങൾ രണ്ടാളും കൈ ഒരേപോലെ തന്നെ എന്നവര് വ്യാഖ്യാനിക്കും. നമ്മളെ സംബന്ധിച്ച് കൈയുണ്ട്, ഉണ്ട്. അള്ളാഹു എന്റെ നഫ്സിനെ അങ്ങനെ വിശേഷിപ്പിച്ചു, നമ്മൾ അങ്ങനെ വിശേഷിപ്പിച്ചു. അള്ളാഹ്ക്ക് വജുഹുണ്ടോ? വജുഹുണ്ട്. അള്ളാഹു ചിരിക്കുമോ? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞത് നിങ്ങൾക്ക് തിരിഞ്ഞില്ല. ചിരിക്കും. എന്തുകൊണ്ട്? റസൂലുള്ളാഹി പറഞ്ഞു, ആമന്ന, നമ്മൾ വിശ്വസിച്ചു. അള്ളാഹു ചിരിക്കുന്ന സന്ദർഭങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു സന്തോഷിക്കുമോ? സന്തോഷിക്കും. അള്ളാന്റെ മുഖം പ്രസന്നമാകുമോ? പ്രസന്നമാകും. ബശ്ബശത്തുണ്ടാവും. പള്ളിയിലേക്ക് അടിയാറുകൾ പള്ളിയിലേക്ക് വരുമ്പം ഒരുപാട് കാലം കാണാതിരുന്നൊരു ചങ്ങാതിയെ ഒരു മനുഷ്യൻ കാണുമ്പം ഉണ്ടാകുന്ന ഒരു മുഖത്തുള്ള തിളക്കമുണ്ടല്ലോ, അങ്ങനത്തെ ഒരു തിളക്കം അള്ളാഹുവിനുണ്ടാവും അടിമയെ പള്ളിയിൽ കാണുമ്പം. സഹിയായ ഹദീസാണ്. അതെങ്ങനെ നമ്മൾ ചോദിക്കൂല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളതങ്ങനെ വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. അപ്പൊ അതിലുണ്ട് അള്ളാഹു ചിരിച്ച സംഭവമുണ്ട്, നമ്മൾ അങ്ങനെ അംഗീകരിക്കുന്നു. അള്ളാഹ് അവന്റെ നഫ്സിന് എന്ത് വിശേഷണം പറഞ്ഞുവോ അതുപോലെ നമ്മളും വിശേഷണം പറയും. അള്ളാഹിനെ പറ്റി ഏറ്റവും നന്നായി അറിയുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വിശേഷണം പറഞ്ഞുവോ അതും നമ്മൾ അള്ളാഹുവിനുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ വ്യാഖ്യാനിക്കും. നിഷേധിക്കാതെ, പിന്നെ വ്യാഖ്യാനിക്കാതെ, ഉപമിക്കാതെ, ഒരു രൂപം പറയാതെ. നമ്മളെ അഖീദ അതാണ്. അഹ്ലുസുന്ന വൽ ജമാഅന്റെ അസ്മാഉ വസിഫാത്തിലുള്ള അഖീദ എന്താണ്? തഅതീലില്ലാതെ, തഅ്വീലില്ലാതെ, തംസീലില്ലാതെ, തക്യീഫില്ലാതെ. ഇത് നാലും പഠിച്ചു വെക്കണം. തഅതീൽ നിഷേധം, തംസീൽ ഉപമിക്കൽ, തഅ്വീൽ വ്യാഖ്യാനിക്കൽ, തക്യീഫ് രൂപം പറയൽ. ഇത് നാലുമില്ലാതെ, കാരണം ഈ നാലിനും എന്തുണ്ട്? ആൾക്കാരുണ്ട്, വിഘടിച്ചു പോയ ആൾക്കാർ ഈ നാലും ചെയ്തവരാണ്. ഇതൊന്നുമില്ലാതെ അള്ളാഹു അവന്റെ നഫ്സിനെ എങ്ങനെ വിശേഷിപ്പിച്ചോ അങ്ങനെ
അള്ളാഹിനെ പറ്റി ഏറ്റവും നന്നായി അറിയാവുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വിശേഷിപ്പിച്ചോ അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ പ്രശ്നം തീർന്നു. അതാണ് മധ്യമമായ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നിലപാട്. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട്, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉ അൽ ബസീർ. അവനെ പോലെ ഒന്നുമില്ല. ലൈസ കമിസ്ലിഹി, അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് കാഫും മിസ്ലും എന്താ അർത്ഥം? കാഫിന്റെ അർത്ഥം എന്താ? പോലെ. മിസ്ല് പോലെ. എന്തിനാ അല്ലാഹു രണ്ട് പോലെ പോലെ എന്ന് പറഞ്ഞു? ലൈസ കമിസ്ലിഹി. കാഫ് പൊതുവെ ഉപയോഗിക്കുന്നത് ذاتിനെ ഉപമിക്കാനാണ്. ഉദാഹരണത്തിന് സൈദുൻ കഅസദിൻ എന്ന് പറയില്ല. സൈദുൻ കഅസദിൻ എന്താർത്ഥം? സൈദ് സിംഹത്തെ പോലെയാകുന്നു. കാഫ് ഉപയോഗിച്ചുകൊണ്ട് പറയില്ല. കാരണം കാ ഉപയോഗിക്കുന്നത് ദാത്തിനെ ഉപമിക്കാൻ. സൈദിന്റെ ശരീരം ഒരിക്കലും എന്തിനെ പോലെ ആവൂല? സിംഹത്തിന്റെ ദാത്ത് പോലെ ആവൂല. അതുകൊണ്ട് ആ കാഫ് അവിടെ പറയില്ല. മറിച്ച് എന്ത് പറയാം? സൈദുൻ മിസ്ലുൽ അസദി. കാരണം ആ മിസ്ൽ ഉപയോഗിക്കുന്നത് സിഫാത്തിനെ ഉപമിക്കാനാണ്. അപ്പൊ സയ്യിദ് സിംഹത്തെ പോലെയാകുന്നു എന്ന് മിസ്ൽ വെച്ച് പറഞ്ഞ എന്താർത്ഥം? സിംഹത്തിന്റെ സ്വഭാവക്കാരനാകുന്നു, സിംഹത്തിന്റെ ധൈര്യവും സിംഹത്തിന്റെ ആ ചങ്കൂറ്റവും ഉള്ള ആളാകുന്നു, അതർത്ഥം. ഇവിടെ അല്ലാഹു അവനെ പോലെ കായും മിസ്ലും വെച്ചിട്ട് പറയാൻ കാരണം ദാത്തിനും ഇല്ല സിഫാത്തിനും ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാന്റെ ദാത്ത് പോലെയുള്ളൊരു ദാത്ത് വേറെയില്ല, അള്ളാന്റെ സിഫാത്ത് പോലെ വേറെ ആൾക്കും സിഫത്തുമില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ. അതുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅ അങ്ങനെ വ്യാഖ്യാനിക്കൂല, തഅ്തീൽ ചെയ്യൂല, തംസീലില്ല, തക്യീഫില്ല, തഅ്വീലില്ല. എങ്ങനെ പറഞ്ഞോ അങ്ങനെ വിശ്വസിക്കുന്നു. ഇവിടെ ഒരു പോയിന്റ് മനസ്സിലാക്കാനുള്ളത്, അള്ളാഹുവിന്റെ അസ്മാകളെയും സിഫാത്തുകളെയും വ്യാഖ്യാനിച്ചവർ അവർക്ക് പറ്റിയ അബദ്ധം, ഖാസു അവര് ഖിയാസ് ചെയ്തു എന്ന് പറഞ്ഞാൽ താരതമ്യപ്പെടുത്തി സിഫാത്തൽ ഖാലിഖ് ജല്ല വഉല, ഖാലിഖായ അല്ലാഹുവിന്റെ സിഫത്തുകളെ അലാ സിഫാത്തിൽ മഖ്ലൂഖി. യതെന്ന് പറഞ്ഞപ്പോ അവരെ മനസ്സിൽ എന്തോ ഓടിക്കയറി? മഖ്ലൂഖിന്റെ കൈ പോലെ ആയിരിക്കും. അവരങ്ങനെ എന്ത് ചെയ്തു? വജ്ഹ് എന്ന് പറഞ്ഞപ്പോ മഖ്ലൂഖിന്റെ വജ്ഹ് പോലെ, കേൾവി എന്ന് പറഞ്ഞപ്പോ മഖ്ലൂഖിന്റെ കേൾവി എന്ന് അവര് അതിനങ്ങ് താരതമ്യം ചെയ്തു. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, അങ്ങനെ അവർ താരതമ്യം ചെയ്തതിന്റെ പേരിൽ അവർ പറഞ്ഞു, ഇൻ അസ്ബത്നാ ഹാദിഹി സിഫാത്ത്, ഈ സിഫത്തുകൾ നമ്മൾ അള്ളാഹുവിന് സ്ഥിരപ്പെടുത്തിയാൽ, അള്ളാഹ്ക്ക് ഈ സിഫത്തുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ, ഫഖദ് ശബ്ബഹ്നാ അല്ലാഹ ബിഖൽഖിഹി, നമ്മൾ അള്ളാഹനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയ പോലെയായി തീരും. فحملهم ذلك على تأويل أكثر صفات الله تعالى. അത് ആ ചിന്താഗതി അവരെന്തിന് പ്രേരിപ്പിച്ചു? അള്ളാഹുവിന്റെ അധിക സിഫത്തുകളെയും വ്യാഖ്യാനിക്കാൻ പ്രേരിപ്പിച്ചു. അപ്പൊ നല്ല ചിന്തയാണ് അവരെന്തിലേക്ക് എത്തിച്ചത്? തെറ്റിലേക്ക് എത്തിച്ചത്. പക്ഷെ നല്ല ചിന്തക്കും മുന്നിൽ എന്തുണ്ട്? നസ്സുകളുണ്ട്. നമ്മളെ ഇവരുടെ തഅ്വീൽ ചെയ്ത ആളുകളുടെ അഖില് അവരെ പ്രേരിപ്പിച്ച നല്ല കാര്യം പറഞ്ഞിട്ടാണ്. നിങ്ങൾ അള്ളാഹ്ക്ക് ഇങ്ങനത്തെ ഒരു സിഫത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ മഖ്ലൂഖിനെ പോലെ ആക്കലാവൂലേ? ഇപ്പൊ ഖാലിഖും മഖ്ലൂഖും ഒരുപോലെ ആവൂലേ? അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെ അത് സ്ഥിരപ്പെടുത്തുക? അത് ശരിയല്ല. ആ ശരിയാണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഒന്നും ചെയ്യാനില്ല. ഈ സ്ഥിരപ്പെട്ടിരിക്കുന്ന സിഫത്തുകൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വ്യാഖ്യാനിച്ച് അള്ളാഹ്ക്ക് ആക്കി കൊടുത്താൽ മതി. അങ്ങനെയാണ് അവരെ തഅ്വീൽ ചെയ്തത്. ഇതാണ് അവരിൽ നിന്ന് സംഭവിച്ച ഏറ്റവും വലിയ ഒരു അബദ്ധം. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? ഫലില്ലാഹി തആല സിഫാത്തുൻ, അല്ലാഹുവിന് സിഫത്തുകൾ ഉണ്ട്. തലീഖു ബിജലാലിഹി വഅദമതിഹി വകിബ്രിയാഇ, അവന്റെ വളർമ്മക്കും ഉന്നതിക്കും അവന്റെ മഹത്വത്തിനും യോജിച്ച തരത്തിലുള്ള സിഫത്ത്. ഖലാസ്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇത് കേൾക്കുമ്പോൾ തന്നെ മഖ്ലൂഖിന്റെ നമ്മളെ മനസ്സിൽ വരുന്നില്ല. നമ്മളെ മനസ്സിൽ വരുന്ന എന്തേ ഉള്ളൂ? അള്ളാഹുവിനോട് യോജിച്ച ഒരു യത്ത്. അള്ളാഹ് ഇറങ്ങും, യോജിച്ച ഇറക്കം ഇറങ്ങും. അള്ളാഹു നോക്കും, യോജിച്ച നോട്ടം നോക്കും. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകുന്നേ ഇല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധി ഉണ്ടായിട്ടല്ല, പിന്നെയോ നമ്മൾ അക്കലിനെ അവിടെ നിർത്തി. ആ നിർത്തുന്നതിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം. അതിന്റെ അപ്പുറത്തേക്ക് അക്കലിനെ എടുത്തിട്ടാൽ പിഴച്ചു പോകുന്നുള്ള കാര്യം ഉറപ്പാണ്.
അതാണ് അഹ്ലുസ് സുന്നah വൽ ജമാഅ ജയിക്കാനുള്ള കാരണം. അഖിന്ന നിർത്തി സഹാബത്ത് നിന്ന പോലെ. എന്നാൽ വലിൽ മഖ്ലൂഖി സിഫാത്തുൻ, അള്ളാന്റെ മഖ്ലൂഖാത്തുകൾക്കും സിഫാത്തുകളുണ്ട്. തലീഖു ബിഫഖരിഹി വദില്ലിഹി വദുഅഫിഹി, ആ മഖ്ലൂഖിന്റെ ബലഹീനതക്കും നിസ്സാരതക്കും അവന്റെ കുറവിനോടും ചേർന്നിരിക്കുന്ന സിഫാത്തുകൾ. അള്ളാന്റെ നേരെ തിരിച്ച് രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി. ഫലാ യൽസമു മിൻ ഇസ്ബാതി സിഫത്തില്ലാഹി ലഹാ നദീറുൻ ഫിൽ ഇസ്മി ഇൻദൽ മഖ്ലൂഖാത്ത്, അള്ളാഹുവിന് സ്ഥിരപ്പെടുത്തപ്പെട്ട ഇസ്മിന് മഖ്ലൂക്കിലും സ്ഥിരപ്പെടുത്തിയ ഇസ്മിനോട് പേര് സാദൃശ്യമുണ്ട് എന്നല്ല. അതൊരു പ്രശ്നമുള്ള സംഗതിയല്ല. മനസ്സിലായില്ല? ഇപ്പൊ അള്ളാഹുവിന് ഇത് സ്ഥിരപ്പെടുത്തിയാൽ മഖ്ലൂക്കിലും എതുണ്ട്, പേര് രണ്ടും തന്നെ, എത് തന്നെ. അതെന്തല്ല വിഷയമുള്ള സംഗതിയല്ല. അത് വിശ്വസിക്കുന്നിടത്താണ് വിഷയം വരുന്നത്. ഏതുപോലെ അറിയോ? ഖുർആനിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എന്ത്? അന്നൽ ഐദി വൽ അർജുല വൽ ജുലൂദ തതകല്ലമു യൗമൽ ഖിയാമ. പറഞ്ഞു വന്നത് ഖാലിഖിന്റെയും മഖ്ലൂഖിന്റെയും സിഫാത്തുകൾ ഇസ്മിൽ യോജിക്കൽ കൊണ്ട് അതൊരുപോലെയാകണം എന്ന് നിർബന്ധമില്ല. ഏതുപോലെ ഖിയാമത്ത് നാളിൽ മഖ്ലൂഖിന്റെ കൈകളും കാലുകളും തോലുകളും സംസാരിക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അള്ളാഹു കാക്കട്ടെ. സംസാരിക്കുമ്പോൾ നമ്മളത് നല്ലത് മാത്രം പറയുന്ന അവസ്ഥയിൽ അള്ളാഹു നമ്മളെ മേരിപ്പിക്കട്ടെ. അങ്ങനെ സംസാരിക്കൽ കൊണ്ട് ഈ പറഞ്ഞ വർക്കുകളെല്ലാം നാവുണ്ടാവും എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ടോ ആരെങ്കിലും? മനുഷ്യന്മാരെ സംസാരിക്കുന്നത് എന്തിനെ കൊണ്ടാ? നാവിനെ കൊണ്ടാണ്. അതുകൊണ്ട് സംസാരിക്കൽ എന്ന് പറയുന്ന ആ പ്രവൃത്തിക്ക് നാവ് നിർബന്ധമാണ് എന്നാലും പറയുന്നില്ല. കൈക്ക് നാവുണ്ടോ ഉണ്ടെങ്കിലല്ലേ സംസാരിക്കൂ. തോലിന് നാവുണ്ടോ ഉണ്ടെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് നുബൂവത്തിന്റെ തുടക്കകാലത്ത് മക്കത്ത് കല്ലുകൾ സലാം പറയാറുണ്ടായിരുന്നു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അതിനുശേഷം റസൂലുള്ളാഹി പറഞ്ഞു, അന്ന് എന്നോട് സലാം പറഞ്ഞൊരു കല്ല് എനിക്ക് ഇപ്പോഴും അറിയാം, പക്ഷെ കാണിച്ചു കൊടുത്തിട്ടില്ല. കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ അതിപ്പോ എവിടെ ഉണ്ടാവും? യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവും അല്ലേ? അതല്ല, അതെന്ന് പറഞ്ഞിട്ട് വെറുതെ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. പക്ഷെ കാണിച്ചു കൊടുത്തില്ല. പക്ഷെ ആ കല്ല് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കല്ലിന് നാവുണ്ടാപ്പാ സംസാരിക്കാൻ. അങ്ങനെ വ്യാഖ്യാനിക്കണമെന്നില്ല. എങ്കിൽ ഇസ്മുകൾ യോജിക്കൽ കൊണ്ട് അതിന്റെ അസ്ല് ഒരുപോലെയാകണം എന്നില്ല. അള്ളാഹ്ക്കുള്ളത് അള്ളാഹിൻ്റെതുപോലെ, മഖ്ലൂക്കിനുള്ളത് മഖ്ലൂക്കിനുണ്ട് പോലെ. ഇനി ഇങ്ങനെ വ്യാഖ്യാനിക്കൽ കൊണ്ട്
അതായത് തൻസീഹ് ചെയ്യാൻ, അള്ളാഹുവിനെ പരിശുദ്ധനാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തത്, ഇങ്ങനെ വ്യാഖ്യാനിച്ചത്. ഇവരങ്ങനെ ചെയ്യൽ കൊണ്ട് അവര് ചെയ്തതൊന്ന് അഹ്ലുസുന്നത്ത് പുറത്തു പോയി. രണ്ടാമത് ചെയ്ത ഏറ്റവും വലിയ അബദ്ധം, അവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഈ ഉമ്മത്തിന്റെ സലഫുകളെയും ഒന്നുമല്ല ഉണ്ടാക്കി. കാരണം ഈ ആയത്ത് ഇറങ്ങിയത് ആർക്കാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല? അള്ളാഹുവിനെ തൻസീഹ് ചെയ്തിട്ടില്ല, മഅദല്ലാഹ്. അതേപോലെ മുൻഗാമികളായ സലഫു സാലിഹികളും അള്ളാഹിനെ തൻസീഹ് ചെയ്യാതെ മോശമായ രീതിയിൽ അംഗീകരിച്ച് വിശ്വസിച്ച് വെച്ചു. ഇപ്പൊ നമ്മൾ വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു? അതിനെ വ്യാഖ്യാനിച്ച് നേരെയാക്കി എന്ന് പറയുമ്പോൾ മുമ്പുള്ളവര് അവർക്കെല്ലാം അത് തെറ്റുപറ്റി എന്ന് പറയുന്ന പോലെയാവും. അതും അപകടകരമായ സംഗതി. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ ആളുകൾ യഅ്തമിദൂന അല നുസൂസി ശർഇയ്യ, ശർഇന്റെ നസ്സുകളെയാണ് അവർ ആശ്രയിക്കുക ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ. വയുഖദ്ദിമൂനഹ അലൽ അഖ്ലിൽ ബശരിയ്യ, ആ നസ്സുകളെ അവർ മനുഷ്യന്റെ ബുദ്ധിയേക്കാൾ മുന്തിക്കുകയും ചെയ്യും. വയജഅലൂന അൽ അഖ്ലൽ ബശരി, മനുഷ്യന്റെ ബുദ്ധിയെ അവർ ആക്കും വസീലതൻ ലിഫഹ്മി നുസൂസി ശർഇയ്യ, ശർഇന്റെ നസ്സുകളെ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ഉപാധിയായി മാത്രം. വശറതൻ ഫീ മഅരിഫത്തിൽ ഉലൂം, ഇൽമുകൾ നേടിയെടുക്കാനുള്ള ഒരു വഴി ആയിട്ട് മാത്രമേ ബുദ്ധിയെ അവർ കാണുകയുള്ളൂ. ഫഹും ഖദ് തവസ്സതു ഫീ അംരിൽ അഖ്ലി അയ്ദൻ, ഈ അഖ്ലിന്റെ വിഷയത്തിലും അഹ്ലുസുന്ന മധ്യമ നിലപാട് സ്വീകരിച്ചവരാണ്. എങ്ങനെ? ഫലം യുഖദ്ദിമൂഹു അലൻ നുസൂസ്, നസ്സിന്റെ മേൽ അവർ അതിന് മുൻഗണന കൊടുത്തില്ല. കമാ ഫഅല അഹ്ലുൽ കലാം മിനൽ മുഅ്തസില, മുഅ്തസിലിയാക്കൾ കൊടുത്ത പോലെ, വൽ അശാഇറ, അശ്അരികൾ കൊടുത്ത പോലെ, ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന പോലെ അഹ്ലുസുന്ന എന്ത് ചെയ്തില്ല? നസ്സിന്റെ മുമ്പിൽ അഖിലിനെ വെച്ചില്ല. വലം യുഹ്മിലൂഹു വയദുമ്മൂഹു കമാ യഫഅലു കസീറുൻ മിനൽ മുതസവ്വിഫ, സൂഫികൾ ചെയ്ത പോലെ അഖിലിനെ പൂർണ്ണമായും അവഗണിച്ചതും ഇല്ല. തബ്ലീഗുകാർ അഖില് പൂർണ്ണമായിട്ടും അവഗണിച്ചവരാണ്. എന്താ കാര്യം? അവര് 4 മാസം തയ്യാറല്ലേ 4 മഹീന. അപ്പൊ ഒരാൾ ചോദിക്കും, അല്ല നമ്മൾ കാര്യം പല കാര്യങ്ങൾ നോക്കണ്ടേ, ഉപ്പറവാല കരകത്തും ചാവും. അവർക്കതൊന്നും വിഷയമേ അല്ല. അങ്ങനെ സൂഫികൾ എന്ത് ചെയ്തു? അഖിലിനെ പൂർണ്ണമായിട്ട് അങ്ങ് താത്തി. അഹ്ലുൽ കലാമിന്റെ ആളുകൾ നസ്സിന്റെ മുകളിൽ അഖിലിനെ വെച്ചു. അഹ്ലുസുന്ന വൽ ജമാഅ അഖിലിനൊരു മധ്യമ നിലപാട് കൊടുത്തു. നസ്സ് പറയുന്ന അംഗീകരിക്കുന്നു, അത് മനസ്സിലാക്കാൻ അവർ അഖിലിനെ ഉപയോഗപ്പെടുത്തുന്നു. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅന്റെ നിലപാട്. ഖൈർ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാര്യം. ഉദാഹരണങ്ങൾ പറയാണ്. ഏത്? അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്നും വിഘടിച്ചു പോയ ഈ പറയപ്പെട്ട 72 വിഭാഗങ്ങളും അതേപോലെ അഹ്ലുസുന്നയും തമ്മിലുള്ള വ്യത്യാസം. വിഘടിച്ചു പോയവർ ഒന്നുകിൽ പൂർണ്ണമായിട്ട് അങ്ങ് ഔട്ടായവരാണ്, അല്ലെങ്കിൽ അവര് ഒഴിവാക്കിയിട്ട് വ്യാഖ്യാനിച്ച് അങ്ങ് മുകളിൽ നിന്നവരാണ്. അഹ്ലുസുന്ന മധ്യമ നിലപാടാണ്. അത് ഇബാദത്തിന്റെ വിഷയത്തിൽ ഒന്ന് പറഞ്ഞു, അള്ളാന്റെ അസ്മാ വ സിഫാത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു. മൂന്നാമത്തേത് ബാബുൽ ഖദാഇ വൽ ഖദർ, ഖദർ ഖദാഇന്റെ വിഷയത്തിലും അഹ്ലുസുന്നക്ക് മധ്യമ നിലപാടാണ്. തവസ്സത അഹ്ലുസുന്ന വൽ ജമാഅ ഫി ഹാദൽ ബാബി ബൈനൽ ഖദരിയ്യ വൽ ജബരിയ്യ, ഖദർ ഖദാഇന്റെ വിഷയത്തിൽ അഹ്ലുസുന്നയോട് എതിരിട്ട് നിൽക്കുന്നതിൽ ഒന്ന് ഖദരിയാക്കളും മറ്റൊന്ന് ജബരിയാക്കളുമാണ്. രണ്ടാൾക്കും 2 വാദമാണ് ഖദറിന്റെ വിഷയത്തിൽ. അഹ്ലുസുന്നക്കോ രണ്ടിന്റെയും ഇടയിലുള്ള വാദമാണ്. എന്താണത്? ഫൽ ഖദരിയ്യ, ഖദരിയാക്കൾ എന്ന് പറഞ്ഞാൽ നഫൗ അൽ ഖദറ, അള്ളാന്റെ ഖദറിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞവരാണ്. അങ്ങനത്തെ ഒരു സംഗതിയേ ഇല്ല എന്ന വാദക്കാരാണ്. അവര് പറയുന്നു, ഇന്ന അഫ്ആലൽ ഇബാദി, അടിമകളുടെ പ്രവർത്തികൾ, വതആതിഹിം വമആസിഹിം, അവരുടെ അനുസരണയും അവരുടെ കുരുത്തക്കേടും, ഇതെല്ലാം ലം തദ്ഖുൽ തഹ്ത ഖദാഇല്ലാ, ഇതൊന്നും അള്ളാന്റെ ഖദാഇന്റെ അള്ളാന്റെ ഖദറിന്റെ താഴെ പ്രവേശിക്കുന്ന സംഗതികളല്ല. മറിച്ച് ഫല്ലാഹു തആല അലാ സഅമിഹിം, അവരുടെ വാദപ്രകാരം അല്ലാഹു ലം യഖ്ലുഖ് അഫ്ആലൽ ഇബാദി, അടിമകളുടെ പ്രവൃത്തികളെ സൃഷ്ടിച്ചിട്ടില്ല. വലാ ശാഅഹ മിൻഹും, അത് അവരിൽ നിന്നും ഉണ്ടാകണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചിട്ടുമില്ല. ബലിൽ ഇബാദു, എന്നാൽ അടിമകളാണ് മുസ്തഖില്ലൂന ബി അഫ്ആലിഹിം, അവരുടെ പ്രവൃത്തികൾ ഉണ്ടാക്കുന്നത്. ഇതാണ് ഖദരിയാക്കളുടെ വാദം. എന്ന് പറഞ്ഞാൽ
അള്ളാഹു അടിമകളുടെ പ്രവൃത്തികൾ, ഒരു അടിമ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, ഇതിനെപ്പറ്റിയൊന്നും ബോധവാനല്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലാഹ് സൃഷ്ടിച്ചതല്ല, ഇതൊന്നും അള്ളാന്റെ തീരുമാന പ്രകാരം ഉണ്ടായതല്ല. മറിച്ച് ഒരു പ്രവൃത്തി, ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുത്തു, ഖദരിയാക്കളുടെ വാദപ്രകാരം ഞാനിപ്പം ഇത് എടുക്കാൻ ഉദ്ദേശിച്ചു, അങ്ങനെ ഞാനായിട്ട് എടുത്തതാണ്. ഇതാണ് ഖദരിയാക്കളുടെ വാദം. അള്ളാഹു ഇത് അറിഞ്ഞിട്ടുമില്ല, ഇത് അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടുമില്ല. ഇതാണ് ഖദരിയാക്കൾ പറയുന്ന അവരുടെ വിശ്വാസം. മാത്രമല്ല അവരുടെ വാദപ്രകാരം ഈ വസ്തു, ഇപ്പൊ ഈ ചെയ്ത പ്രവൃത്തിയുടെ ഖാലിഖ് ആരായി മാറിയപ്പോ? മനുഷ്യനായി, ഇബാദുകളായി. മനസ്സിലായില്ല? അള്ളാഹുവാകുന്ന ഖാലിഖിന് അടിമകളുടെ പ്രവൃത്തിയുടെ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ ഒരു പങ്കുമില്ല. മറിച്ച് അടിമ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അസമയത്ത് ആ അടിമ തീരുമാനിച്ച അടിമ ചെയ്തതാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? അടിമകളെ ഖാലിഖാക്കി. ആ പ്രവൃത്തികളുടെ ഖാലിഖ് അടിമയാണെന്നുള്ള, അതേപോലെ അതിന്റെ ഇറാദയും പ്രവൃത്തി ചെയ്യാനുള്ള ഉദ്ദേശവും അള്ളാഹ്ക്കുണ്ടായിട്ടില്ല, അടിമക്ക് മാത്രമുള്ളതായി മാറ്റി. എന്നാലോ വഹദ ഇശ്റാഖുൻ ഫി റുബൂബിയ്യ, ഈ വാദം റുബൂബിയ്യത്തിലുള്ള ശിർക്കാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് തിരിയുന്നില്ല. റുബൂബിയ്യത്തിലുള്ള ശിർക്കാണ്. കാരണം റുബൂബിയ്യത്തിലുള്ള തൗഹീദ് എന്താണ്? അള്ളാഹുവിനെ ഖാലിഖായി, മാലിക്കായി, മുദബ്ബിറായി അംഗീകരിക്കാൻ, ഖാലിഖായി അള്ളാഹനെ മാത്രം അംഗീകരിക്കാൻ. ഇവിടെ ഖദരിയാക്കൾ എന്ത് ചെയ്തു? അടിമകളുടെ അഫ്ആലുകളുടെ ഖാലിഖായി അടിമകളെ കണ്ടു. അപ്പൊ റുബൂബിയ്യത്തിൽ അവർ ശിർക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ അവർ പുറത്തും പോയി. ഫഫീഹിം ശിബുഹും മിനൽ മജൂസ്, മജൂസികളുടെ ഒരു വിശ്വാസത്തോട് അവർക്കൊരു സാദൃശ്യമുണ്ട്. അല്ലദീന ഖാലു, മജൂസികൾ പറഞ്ഞു, ബിഅന്ന ലിൽ കൗനി ഖാലിഖൈൻ, ഈ ദുനിയാവിന് രണ്ട് ഖാലിഖുകളുണ്ട്. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ മജൂസികളായിട്ടാണ് അറിയപ്പെടുന്നത് ആര്? ഖദരിയാക്കൾ. ഇന്നുണ്ട്, ഇന്നും ആ വാദം പറയുന്നവരുണ്ട്. അതായത് അടിമകൾക്ക് ഇതിലൊന്നും യാതൊരു, അള്ളാഹുവിന് ഇതിലൊന്നും യാതൊരു കൈകടത്തലുമില്ല. ആയല്ലേ? ഒരു ലഫ്ദൂടെ വായിക്കട്ടെ. ജബരിയാക്കൾ, ഇതാണ് ഒരു വാദം. ഖദരിയാക്കൾ വൽ ജബരിയ ഗലൗ ഫി ഇസ്ബാത്തിൽ ഖദർ. ജബരിയാക്കളാണെങ്കിലോ ഖദറിനെ സ്ഥിരപ്പെടുത്തുന്നതിൽ ഉലുവ് കാണിച്ചു. ഖദരിയാക്കൾക്ക് ഖദറേ ഇല്ല. ജബരിയാക്കളോ ഖദറുണ്ട് എന്ന് മാത്രമല്ല, അതും മാത്രമേ ഉള്ളൂ എന്നുള്ള വാദം. ഇതുപോലെ ഫഖാലു, അവർ പറഞ്ഞു, ഇന്നൽ അബ്ദ മജ്ബൂറുൻ അലാ ഫിഅലിഹി, ഇതെല്ലാം അല്ലാഹ് തീരുമാനിച്ചു വെച്ചതാണ്. അടിമ അത് ചെയ്യാൻ നിർബന്ധിതനാണ്. ഫഹുവ, ആ അടിമ കരീശത്തി ഫിൽ ഹവ, അന്തരീക്ഷത്തിൽ കാണുന്ന പൊടി പോലെയാണ്. ലാ ഫിഅല ലഹു വലാ ഖുദ്റത വലാ മശീഅ, അടിമക്ക് ചെയ്യാനോ ഉദ്ദേശിക്കാനോ അത് ഒന്നുമില്ല. അള്ളാഹ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല 200 മില്ലി അടിച്ച് പാമ്പായി വന്നിട്ട് എന്താ അള്ളാഹ് തീരുമാനിച്ചത്? രാത്രി പോയിട്ട് പെണ്ണ് പിടിച്ച് ആള് പിടിച്ച് അള്ളാഹ് തീരുമാനിച്ചല്ലേ. ഇതാണ് ജബരിയാക്കൾ. പക്ഷെ ഒരിക്കലും 3 മണിക്ക് എണീച്ച് 11 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാഹ് തീരുമാനിച്ചല്ലേ എന്ന് പറയില്ല. അതാണ് അടവ്. അതിന് വേണ്ടിയിട്ടാണ് ഈ വാദം ഉണ്ടാക്കിയത് തന്നെ. ഖദരിയാക്കളും ജബരിയാക്കളും. അതിൻ്റെ ഇടയിലാണ് അഹ്ലുസ് സുന്ന. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് അള്ളാഹു മനസ്സിലാക്കി അഖീദ നേരെയാക്കി ജീവിക്കാൻ തൗഫീഖ് തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.